പെരുമ്പാവൂർ വില്ലേജ് ഓഫീസ് സ്മാർട്ടായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. റവന്യൂ വകുപ്പിന്റെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയന്ത്രണ കേന്ദ്രം ഉണ്ടാകില്ല. അങ്ങനെ വരാതിരിക്കാനാണ് കേരളത്തിലെ എല്ലാ റവന്യൂ ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ആ മാസത്തെ 3ാമത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് വില്ലേജുകളിൽ ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള വില്ലേജ് തല ജനകീയ സമിതികൾ രൂപീകരിക്കണം എന്ന ആശയത്തിലേക്ക് നമ്മൾ പോയി. അവിടെ MLAയോ MLAയുടെ പ്രതിനിധിയോ ഉണ്ടാകാം, സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചെയർമാനോ പ്രസിഡന്റോ ആരാണ് അയാളുണ്ടാകാം. ത്രിതല പഞ്ചായത്താണെങ്കിൽ 3 വാർഡ് നിൽക്കുന്ന ഈ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തെ 3 തലത്തിലെ പ്രതിനിധികളും ഉണ്ടാകാം. കേരളത്തിന്റെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഒരു വില്ലേജ് തല ജനകീയ സമിതി. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പുത്തൻ കാലത്തിനൊപ്പം മുന്നേറുകയാണ് കേരളത്തിന്റെ സർക്കാർ ഓഫീസുകളെന്ന് മന്ത്രി പറഞ്ഞു. എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ NSK ഉമേഷ് ആമുഖ പ്രഭാഷണം നടത്തി. ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസിമോൾ ജോഷുവ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ, കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ, രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശാരദ മോഹൻ, ഷൈമി വർഗീസ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ, കൌൺസിലർ സക്കീർ ഹുസൈൻ, നേതാക്കളായ KK അഷ്റഫ്, അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് രമേശ് ചന്ദ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. Bobby Chamanur International Jeweler.